നമുക്കൊരു ക്യാപ്സിക്കം വെച്ചൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ ഒരു ക്യാപ്സിക്കാണ് എടുത്തത്. അതിന് ഉള്ളിലുള്ള അരിയൊക്കെ കളഞ്ഞ് നന്നായി ചെറുതാക്കി മുറിച്ച് കൊടുക്കാം. ചെറുതാക്കി മുറിക്കേണ്ടവർക്ക് ചെറുതാക്കി മുറിക്കാം, നീളത്തിൽ മുറിക്കേണ്ടവർക്ക് നീളത്തിൽ മുറിക്കാം. ഞാനിവിടെ ചെറുതാക്കിയാണ് മുറിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സവാളയും വേണം. ഈ ക്യാപ്സിക്കത്തിന് ആവശ്യമുള്ള സവാള വേണം. ഇനി ഒരു പാത്രം വെച്ച് അത് നന്നായി ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അധികമൊന്നും വഴറ്റണ്ട, നമുക്ക് ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് ഒരുമിച്ച് അങ്ങോട്ട് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് സോഫ്റ്റ് ആവാനും അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ എരിവിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു പച്ചമുളകാണ്, നല്ല എരിവുള്ളതാണെങ്കിൽ 1 അല്ലെങ്കിൽ 2 പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയുമാണ് വേണ്ടത്. അപ്പോൾ അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3 മിനിറ്റ് നമുക്കിത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക്